കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആനയാങ്കുന്ന് വാർഡ് ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. ഉച്ചവരെ 55% പേർ വോട്ട് രേഖപ്പെടുത്തി. വാർഡ് മെമ്പറായിരുന്ന കുഞ്ഞാലി മമ്പാട്ടിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആനയാങ്കുന്ന് വെസ്റ്റ് വാർഡ് ഉപതെരഞ്ഞെടുപ്പാണ് പുരോഗമിക്കുന്നത്. രാവിലെ 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചു. പഞ്ചായത്തിലെ 18ാം വാർഡ് മെമ്പറായിരുന്ന കോൺഗ്രസിലെ കുഞ്ഞാലി മമ്പാട്ടിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായി കൃഷ്ണദാസനും LDF സ്ഥാനാർത്ഥിയായി ഷാജുവും BJP സ്ഥാനാർത്ഥിയായി വിജേഷും മത്സരരംഗത്തുണ്ട്. 3 സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷ പങ്കുവച്ചു. 18ാം വാർഡിലെ എല്ലാ വീടുകളിലും ഞങ്ങൾ കയറി. എല്ലാ വീടുകളിലും നല്ല അഭിപ്രായമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കൂടുതൽ വോട്ട് പിടിക്കാനാണ് പ്രാവശ്യത്തെ ശ്രമം. 100% പ്രതീക്ഷയിലാണ്. കാരശ്ശേരി പഞ്ചായത്ത് 18ാം വാർഡിലെ UDFന്റെ സ്ഥാനാർത്ഥിയാണ്. കൈപ്പത്തിയാണ് ചിഹ്നം. കുഞ്ഞാലി മമ്പാട്ട് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നത്. 100% വിജയപ്രതീക്ഷ. വളരെയധികം വിജയസാധ്യത തന്നെ കാണുന്നത്. എന്റെ 18ാം വാർഡിലെ വോട്ടർമാർ എന്നെ കൈവിടില്ല എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട്. കഴിയുന്നതും എല്ലാ വോട്ടർമാരെയും തന്നെ പൂർണ്ണമായും വോട്ടർമാരെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും ശുഭപ്രതീക്ഷ തന്നെയാണ്. വിജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിലവിൽ 18 വാർഡുകളുള്ള ഗ്രാമപഞ്ചായത്ത് UDFന് 10ഉം LDFന് 8ഉം മെമ്പർമാരാണ് ഉണ്ടായിരുന്നത്. ഇതിനിടെ പോളിംഗ് സ്റ്റേഷന് മുമ്പിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. അനാവശ്യമായി ബൂത്തിലേക്ക് LDF പ്രവർത്തകർ പോയി എന്ന് പറഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ ചോദ്യം ചെയ്തതാണ് വാക്കുതർക്കത്തിന് കാരണമായത്. അതേസമയം വോട്ട് ചെയ്യാനെത്തിയ ക്യാൻസർ രോഗിക്ക് വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് പോവാൻ വീൽചെയർ സൗകര്യം ഉദ്യോഗസ്ഥർ ഒരുക്കിയില്ല എന്നും പരാതിയുണ്ട്. കൊല്ലേറ്റയിൽ സഹദേവൻ എന്ന ക്യാൻസർ രോഗിക്ക് വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കിയില്ല എന്നും തുടർന്ന് വോട്ട് ചെയ്യാതെ തിരിച്ചുപോയി എന്നുമാണ് LDF പ്രവർത്തകരുടെ പരാതി. വീൽചെയർ സൗകര്യം ഇല്ലാത്ത പക്ഷം പ്രിസൈഡിംഗ് ഓഫീസർക്ക് രോഗിയുള്ള വാഹനത്തിലെത്തി വോട്ടറെ സാക്ഷ്യപ്പെടുത്തി വോട്ട് ചെയ്യിപ്പിക്കാവുന്നതാണെന്നും എന്നാൽ പലതവണ ചീഫ് ഏജന്റും സ്ഥാനാർത്ഥിയും ഉദ്യോഗസ്ഥനോട് പറഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥർ നിഷേധിക്കുകയായിരുന്നുവെന്നും LDF പ്രവർത്തകർ പറഞ്ഞു. ഇവിടെ ഇന്ന് രാവിലെ തന്നെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് കൂടിയായിട്ടുള്ള സഹദേവൻ കൊല്ലേറ്റ തടത്തിൽ അദ്ദേഹം ഇവിടുത്തെ വോട്ടറാണ്. ആ വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന സമയത്ത് അദ്ദേഹം സ്വയം നടന്നുപോയി ചെയ്യാനുള്ള പ്രയാസമുണ്ട്. എന്നാൽ വാഹനം ആയിട്ട് ഉള്ളിൽ പോളിംഗ് ബൂത്തിൽ വാഹനം കടന്നു ചെയ്യാനുള്ള പ്രയാസമുണ്ട്. ഇവിടെ ആവശ്യമുള്ള വീൽ ചെയർ ഈ തെരഞ്ഞെടുപ്പിന് ചുമതലപ്പെട്ടിട്ടുള്ള റിട്ടേണിംഗ് ഓഫീസറോ പ്രിസൈഡിംഗ് ഓഫീസർമാരോ ഒരുക്കിയിരുന്നില്ല. ആ വോട്ട് ഇവിടെ വന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് വന്നിട്ട് വോട്ടറെ സാക്ഷ്യപ്പെടുത്തിയിട്ട് വോട്ട് ചെയ്യിപ്പിക്കാവുന്നതാണ്. എന്നാൽ വോട്ട് ചെയ്യിപ്പിക്കാൻ ആവശ്യമായ സംവിധാനം പ്രിസൈഡിംഗ് ഓഫീസർ സ്വീകരിച്ചില്ല. പലതവണ അതിൻ്റെ ചീഫ് ഏജന്റും സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ വോട്ട് ചെയ്യാൻ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ടും അതിന് നിഷേധാത്മകമായ നിലപാടാണ് പ്രിസൈഡിംഗ് ഓഫീസർ സ്വീകരിച്ചുള്ളത്. നിയമപരമായിട്ട് ശരിയായ കാര്യമല്ല പ്രിസൈഡിംഗ് ഓഫീസർ ചെയ്തിരിക്കുന്നത്. ആ വോട്ട് ചെയ്യാതിരിക്കാൻ ഒരാളുടെ ജനാധിപത്യ അവകാശങ്ങൾ ധ്വംസിക്കുന്ന രൂപത്തിലേക്കാണ് പ്രിസൈഡിംഗ് ഓഫീസർ സ്വീകരിച്ചിട്ടുള്ളത്. അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകുമെന്നും LDF പ്രവർത്തകർ പറഞ്ഞു. എന്നാൽ പോളിംഗ് ബൂത്തിലെത്തിയാൽ മാത്രമേ വോട്ട് ചെയ്യാൻ അനുവദിക്കാൻ കഴിയൂ എന്നും രോഗിയായ വോട്ടർ എത്തിയപ്പോൾ വീൽചെയർ ഇല്ലായിരുന്നുവെന്നും പിന്നീട് വീൽചെയർ എത്തിച്ചിട്ടുണ്ടെന്നും പ്രിസൈഡിംഗ് ഓഫീസർ ഷിനോയ് തോമസും പറഞ്ഞു. ഓപ്പൺ വോട്ട് ചെയ്യാനെത്തിയ വോട്ടറെ ഉദ്യോഗസ്ഥർ പുറത്തുവന്ന് കാണാത്തതിൽ വീണ്ടും വാക്കുതർക്കമുണ്ടായി. മാന്ത്ര സ്വദേശി ശാരദാമ്മ എന്ന പ്രായം ചെന്ന സ്ത്രീ ഓപ്പൺ വോട്ടിനായി എത്തിയപ്പോൾ വോട്ടറെ പോളിംഗ് ബൂത്തിന് തൊട്ടടുത്തെത്തിച്ചെങ്കിലും ബൂത്തിൻ്റെ വാതിലിനരികിലേക്ക് കൊണ്ടുവരണമെന്ന് ബൂത്ത് 2-ലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞതോടെ സ്ത്രീയുടെ കൂടെ ഓപ്പൺ വോട്ട് ചെയ്യാനെത്തിയ ആൾ പോളിംഗ് ബൂത്തിലേക്ക് കയറി ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കത്തിലേർപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് ഇടപെട്ട് ഉദ്യോഗസ്ഥരെ പുറത്തെത്തിച്ച് വോട്ട് ചെയ്യിപ്പിച്ച് പ്രശ്നത്തിന് പരിഹാരം കണ്ടു. CTV പ്രാദേശിക വാർത്ത മുക്കം.